ജേർണലിസമേ പലപ്പോഴും ആക്ടിവിസമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആക്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാറുണ്ട് ചില സന്ദർഭങ്ങളിലെങ്കിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സാർ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള 20ഓളം എഡിറ്റേഴ്സും ജേർണലിസ്റ്റുകളും കൂടിയിട്ട് ഒപ്പുവെച്ചൊരു പ്രസ്താവനയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു നിലനിൽപ്പിന് ഭീഷണിയാവുന്ന ഒരു സന്ദർഭം, മൈനോറിറ്റീസിനെതിരായ ആക്രമണങ്ങൾ കൂടുന്ന ഒക്കെ സന്ദർഭത്തിനകത്ത് ഉള്ള ഒരു എന്താ പറയുക, അപ്പോൾ ഉള്ള ഒരു പ്രതിഷേധം എന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധം എന്നൊക്കെയുള്ള രീതിയിലാണ് അങ്ങനെ ഒരു പ്രസ്താവനയിലേക്ക് വന്നത്. അതിന് വേണമെങ്കിൽ നമുക്കൊരു ആക്ടിവിസ്റ്റ് ജേർണലിസത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് വന്നൊരു സന്ദർഭമാണെന്ന് പറയാം. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വന്നത്? കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിലാണോ, അതോ അത് തന്നെ ആയിരിക്കണോ ജേർണലിസത്തിൻ്റെ പൊതു സ്വഭാവം? അല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ജേർണലിസം എന്ന ഉപരിയായിട്ട് ഇപ്പം ഞാനൊരു വേറെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആരെങ്കിലും എന്നെ അപ്പം ഞാൻ തീർച്ചയായിട്ടും ഒപ്പ് വയ്ക്കുമായിരുന്നു. അപ്പോൾ ഒരു സിറ്റിസൺ എന്നുള്ള നിലയിലാണ് കൂടുതലും. അതൊരു ജേർണലിസ്റ്റ് ആണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ നോക്കിയുള്ളൂ, അത് ഞാൻ ചോദിച്ചില്ല. കാര്യം അതിൻ്റെ കണ്ടൻറ്റാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അത് കൂടുതലും ഒരു പ്രൊട്ടസ്റ്റിനെക്കാട്ടി ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസിന്, അതായത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. രണ്ടാമത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പൊതുവെ ഒരു ഡിസെൻചാൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു അതായത് എസ്പെഷ്യലി എമംഗ് മൈനോറിറ്റീസ് ഐ ഫെൽറ്റ് ദെയർ വാസ് എ ലോട്ട് ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്. അപ്പം CAA പോലൊരു പ്രശ്നം ഉണ്ടായപ്പം ദെയർ വാസ് എ വെരി സ്ട്രോങ് പ്രൊട്ടസ്റ്റ്. പക്ഷേ അന്ന് എനിക്ക് തോന്നിയതാണ്, ശരിയാവണമെന്നില്ല, എനിക്ക് തോന്നിയത് അന്ന് ഹിന്ദുക്കൾ വേണ്ട രീതിയിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആകേണ്ടതായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അതായത് അത് അവർ കൂടുതൽ മുന്നോട്ട് വരണമായിരുന്നു പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. അതൊരു സം സ്റ്റേജ് തുടക്കത്തിൽ അതൊരു മുസ്ലിം പ്രൊട്ടസ്റ്റ് ആയിരുന്നു, പിന്നീട് അത് വികസിച്ചു, പിന്നെ വീണ്ടും കൂടുതൽ അവർ ഹിന്ദുക്കൾ കൂടുതൽ മുന്നോട്ട് വരണമായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഒപ്പുവെച്ചു എന്നല്ല പറയുന്നത്. പക്ഷേ ഐ തിങ്ക് ആസ് എ സിറ്റിസൺ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി to tell the minorities that we are with you. One for the constitutional authority it was remainder, another it was an assurance from as a majority member of a majority committee. I thought it was my responsibility. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ബാക്കി എഡിറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഒപ്പുവെച്ചതല്ലേ ഒപ്പുവെക്കാത്തതെന്ന് ഇറ്റ് ഇസ് ദയർ. ദിസ് ഇസ് ദ പ്രൈമറി റീസൺ വൈ ഐ സൈൻഡ്. ആ ഗ്രൂപ്പ് ഒരു എഡിറ്റേഴ്സ് ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷേ അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്തതല്ല. ഓരോ ഇങ്ങനെ ഒരുമിച്ച് പലർക്കും വന്നിട്ട് താല്പര്യമുള്ളവർക്ക് സൈൻ ചെയ്ത് അങ്ങനെ പ്യൂർലി വോളണ്ടറി ആയിരുന്നു. അപ്പോൾ ആർക്കെല്ലാം അത് പോയി സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. അത്രമാത്രം തുറന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ഇതായിരുന്നു. അത് പുറത്ത് വന്ന ശേഷം പലർക്കും അതിന് ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഇങ്ങനെ അതുകൊണ്ട് പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു അപ്പീൽ ഇതിലെ പോകുമ്പോൾ അതിൽ ആ പേരുകൾ ആഡ് ചെയ്യാമെന്ന്. കാര്യം അതൊരു മാസ് ബേസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. ചിലർക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലരും ഓൺലൈൻ മീഡിയ വളരെ ഗുഡ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. പക്ഷേ പ്രിൻറ്റ് മീഡിയ, ലെഗസി മീഡിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെർവിങ് എഡിറ്റേഴ്സ് വളരെ കുറച്ച് പേര് ഉള്ളു. അത് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അവരെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകില്ല. എല്ലാവരും നിരാകരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം പക്ഷേ അതിനകത്തുള്ള ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ ദോസ് ഓർഗനൈസ് മസ്റ്റ് ഹാവ് ഫെൽറ്റ് ദാറ്റ് പീപ്പിൾ മേ നോട്ട് അപ്രൂവ് ഓഫ് ഇറ്റ് എന്ന് തോന്നുന്നു. അതായത് ഉദാഹരണത്തിന് ഇപ്പം കേരളത്തിൽ തന്നെ പല വളരെ വലിയ മീഡിയ ഹൗസസ്, ലെഗസി മീഡിയ ഹൗസസ് ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. അത് അവർക്ക് പോകാൻ തോന്നാത്തതിന് എന്താണ്? ദർ മസ്റ്റ് ബി എ റീസൺ. അതുപോലെ ഒരു വളരെ ചെറിയ പത്രമായ ടെലിഗ്രാഫ് ഈസ്റ്റ് ഇന്ത്യയിൽ മാത്രം പബ്ലിഷ് ചെയ്യുന്ന പത്രം. അവിടെ അപ്പോൾ എന്നെപ്പോലെ എന്നെ പലർക്കും ഡൽഹിയിൽ പരിചയം, അങ്ങനെ ഞാൻ പേര് കേട്ടിട്ട് പോലും കേരളത്തിൽ തന്നെ എന്നെ ഒരു 3-4 വർഷമായിട്ട് ആണ് അറിയപ്പെടുന്നത്. അതിലും ഞാൻ 30 വർഷമായിട്ട് ജേർണലിസ്റ്റിൽ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അറിയപ്പെടാത്ത ഒരാളിനെ അവരെന്തുകൊണ്ട് അപ്രോച്ച് ചെയ്തു? അതിനെക്കാട്ടി എന്നെക്കാട്ടി വളരെ പ്രസിദ്ധരായ പലരും ഉണ്ട്. അവരെ എന്തുകൊണ്ട് അപ്രോച്ച് ചെയ്തില്ല എന്നുള്ളത് എഡിറ്റേഴ്സും ആലോചിക്കേണ്ടതാണ്, ബാക്കിയുള്ളവരും ആലോചിക്കേണ്ടതാണ്. അപ്പോൾ പ്രിന്റ് ഇപ്പോൾ പറഞ്ഞതെന്ന് തന്നെ പ്രിന്റ് മീഡിയ, ഇപ്പോൾ ലെഗസി മീഡിയ എന്ന് പറയുന്ന പ്രിന്റ് ജേർണലിസവും കുറച്ചും കൂടി ആക്ടിവിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന ഇപ്പോൾ പ്രിന്റ് പോലെ, അതുപോലെ കാരവൻ പോലെ, അങ്ങനെ നാഷണൽ മീഡിയയിൽ തന്നെ മലയാളത്തിലുമൊക്കെ ഓൺലൈൻ മീഡിയാസാണ് കുറച്ചും കൂടി ധൈര്യത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ടെലഗ്രാഫ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു പത്രമാണ്. എന്തുകൊണ്ടായിരിക്കാം? ഇപ്പം നമുക്കറിയാം, സാർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൂലധന താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യാനുള്ളൊരു.
പക്ഷേ എന്നിട്ടും ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്താണ് കോമ്പറ്റീഷൻ ഉണ്ടാവാത്തത്? ഈ ഒരു ആക്ടിവിസ്റ്റ് മോഡിനകത്ത് എന്തുകൊണ്ടായിരിക്കാം കോമ്പറ്റീഷൻ ലെഗസി മീഡിയക്ക് ഫീൽ ചെയ്യാത്തത്? അതെ, ഒന്ന് സോഷ്യൽ മീഡിയ ബൈ നേച്ചർ, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ certain element of activism അല്ലെങ്കിൽ certain element of courage, boldness, അതുകൊണ്ടാണല്ലോ തുടങ്ങിയത്. അല്ലെങ്കിൽ they would have been part of the legacy media, അല്ലെങ്കിൽ they would not have been part of any media at all. തുടങ്ങിയത് കൊണ്ട് തന്നെ അവർക്ക് സ്വന്തം വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് അതേസമയം ലെഗസി മീഡിയയിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, 1990s ഇപ്പോൾ ഒരു ന്യൂസ് റൂമിൽ നമ്മൾ അന്നൊരു സ്ട്രോ പോൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ വൈ ഡു യു ബിക്കം എ ജേർണലിസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പലരും പറയുക ബിക്കോസ് ഐ ലൈക്ക് കവറിങ് സ്പോർട്സ്, അല്ലെങ്കിൽ പറയും ഐ ലൈക്ക് കവറിങ് ബോളിവുഡ്, അല്ലെങ്കിൽ ചില പറയും ഡെവലപ്മെൻറ്റ് ജേർണലിസം. എന്താണ് ഡെവലപ്മെൻറ്റ് ജേർണലിസം? അന്ന് പലരും വിചാരിച്ചത് ഏതെങ്കിലും ഒരു റൂറൽ ഏരിയ പോയി 10 ദിവസം താമസിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്റ്റീവ് ഒരു കളർ പീസ്, ഒരു എന്താ പറയുന്ന ഒരു സാധാരണ ഫീച്ചർ അല്ലെങ്കിൽ കളർ പീസ് അങ്ങനെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എഴുതുക എന്നുള്ളത്. അതിനകത്ത് ബാക്കി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അരാഷ്ട്രീയമായ ഒരു ന്യൂസ് റൂം ബോധപൂർവമായി അല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു 90s. വൺ റീസൺ ഈസ് അതിപ്രസരം, സ്പോർട്സിൻ്റെ ഭയങ്കരമായൊരു ഇത് വന്നു. ദാറ്റ് ഇറ്റ്സ് എ മാർക്കറ്റിംഗ് തിങ്. രണ്ടാമത് ഈ ബോളിവുഡ്, ഇതും ദാറ്റ് വാസ് ഓൾസോ ബിക്കോസ് ഫീൽ ഗുഡ് ന്യൂസ് എന്നുള്ള, അതായത് 1992 റിഫോംസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രോസ്പെറിറ്റിയുടെ ഒരു അറ്റ്ലീസ്റ്റ് ദർ വാസ് എ ഷെൽ ഓഫ് പ്രോസ്പെറിറ്റി അറ്റ് ദറ്റ് ടൈം. മാരുതി കാറ് വരുന്നു, പുതിയ ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റ് വരുന്നു. അപ്പം ഒരു അപ്പർ മിഡിൽ ക്ലാസ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ലീഡർഷിപ്പിന് they don't like to be reminded നമ്മുടെ ഈ അണ്ടർബില്ലിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ട, നമ്മുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച്, ഫീൽ ഗുഡ് ന്യൂസ്, പോസിറ്റീവ് ന്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവർക്കപ്പോൾ വേണ്ടിയിരുന്നത് നല്ല ലാംഗ്വേജ് നല്ലവണ്ണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതിൽ നിന്നൊരു സ്റ്റോറി എഴുതാൻ കഴിയുന്ന ആൾ, ഒരു ഔട്ട് ഓഫ് തിൻ എയർ യു ക്യാൻ, ഇതൊക്കെയായിരുന്നു കഴിവ്. പൊളിറ്റിക്സ് പാടില്ല എന്നുള്ളായിരുന്നു. വേണമെന്നല്ല മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവനൊരു നക്സലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവനൊരു ഇങ്ങനെ ഓരോ ലേബൽ വെച്ച് നമ്മളെ, അല്ലെങ്കിൽ അവൻ അഹങ്കാരിയാണ്, ഡിസെൻറ്റ്, അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ താല്പര്യമില്ല. അങ്ങനെയുള്ളവരെ വരികയാണെങ്കിൽ തന്നെ അവരെ ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് തന്നെ അതിൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെട്ടപ്പോഴേക്കും. അപ്പോൾ ഇത് വന്നത് ഈ 90s അന്ന് ന്യൂസ് റൂം എൻ്റർ ചെയ്യുന്ന പലരുമാണ് ഇന്ന് പല ന്യൂസ് റൂമിന് ലീഡർഷിപ്പ് പൊസിഷനിലിരിക്കുന്ന ലെഗസി. അപ്പം അവരിൽ നിന്ന് ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫാലസി ഓൺ അവർ പാർട്ട്. നമ്മൾ ട്രൈങ് ടു ഫൂൾ അവർസെൽസ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കില്ല, ഇപ്പോൾ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദ കൺട്രി, അതിൻ്റെ എഡിറ്റർ, he is very well known among journalists, but no reader knows his name. But he's very well known. People call him by first name. But I don't know everybody says he's a very capable man, because the paper is doing financially it is a very successful newspaper. But I don't know where he stands on any issue. I haven't seen anything written by him in at least 10 years. I have not seen a single piece written by him. So I don't know where he stands. So it is possible that you can be an editor like that also, and very successful. He probably is one of the highest paid journalists in the country. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ ലെഗസി മീഡിയയിൽ നിന്ന് നമ്മൾ ഒരു ആക്ടിവിസം മാത്രമല്ല, നോട്ട് even activism you can say that you don't need to be an activist. In textbook journalism that may be wrong, but to take a stand on anything, take a position on anything, they will not do that. അങ്ങനെ it is such a sorry state. And അപ്പോൾ ഇതിൻ്റെ സീറ്റ്സ് വെർ സോൺ ഇൻ 1990s. പക്ഷേ അന്ന് നമ്മൾ ഐ എം ഓൾസോ റെസ്പോണ്ട്. വെൻ ഐ യൂസ് ടു റിക്രൂട്ട് ഓൾസോ ലേറ്റർ, വെൻ ഐ ക്ലിയർ ടെസ്റ്റ് പേപ്പർ, ഐ ഓൾസോ യൂസ് ടു ഗീവ് സ്ട്രെസ് ഓൺ ദീസ് തിങ്സ്. അതായത് വെദർ ഹി നോസ് ഹൗ ടു പ്ലേ വിത്ത് വേർഡ്സ് ആൻഡ് ഓൾ ദാറ്റ്. ഇപ്പോൾ ഇന്നാണ് ഞങ്ങൾ അതിൻ്റെ ഡേഞ്ചർ. അതായത് ഇങ്ങനെ ഒരു 2014 തൊട്ട് ഇപ്പോൾ നരേന്ദ്ര മോദിയെ പോലെ, അല്ലെങ്കിൽ സംഘപരിവാറിനെ പോലെ, RSSനെ പോലെ ഒരു ക്ലിയർ അജണ്ടയുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് പോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഡേഞ്ചേഴ്സ് നോക്കുക. അതായത് അതിനെ ചെറുക്കാനുള്ള, റെസിസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ വെപ്പണറിയിൽ യാതൊരു അമമെൻസും ഇല്ലാതായിപ്പോയി ആ സമയത്ത്. അങ്ങനെ 90s ആ സമയത്ത് തന്നെയാണ് ടെലിവിഷൻ്റെ ഒരു വരവും കൂടെ സംഭവിക്കുന്നത്. അത് ഇതിനെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ, ഈ ഒരു പൊളിറ്റിക്കൽ നിലപാടുകൾ എടുക്കാൻ? അല്ല, ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇതേ സെയിം കാരണം കൊണ്ടാണ്. കാര്യം ടെലിവിഷൻ ജേർണലിസം ഇന്ത്യയുടെ പുറത്ത് വളരെ മനോഹരമായിട്ട് ഇപ്പം ചാനൽ 4 അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, നമ്മുടെ ആ ടെലിവിഷൻ ചാനൽ അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല ഇന്ത്യയിൽ. അങ്ങനെ ഒരു ജോണർ തന്നെ ഇല്ല. നമ്മൾ അത് ഒന്ന് ഞാൻ പറഞ്ഞ ഈ ലെഗസി മീഡിയയുടെ തന്നെ ഇൻഫ്ലുവൻസ്. രണ്ടാമത്തത് television channel at some point they even in the late 90s I think early 2000 they stopped reporting in the സംഭവം ഇല്ലാതായി. It just became a commentary, you know, and what do you call ആങ്കറും റിപ്പോർട്ടറും ഉണ്ടെങ്കിൽ there are no reporters. We don't know any news channel any reporter. അവരെന്തെങ്കിലും വന്ന് ചിലപ്പോൾ വല്ലതും പറഞ്ഞിട്ട് പോകുന്നല്ലാതെ
it is basically an opinion at Ground night reporting prime ഒട്ടും time. ഇല്ലാതെ. Ground report. അപ്പം so you can only expect them to comment, not to give any informed opinion. They will just whatever they think their readers like, it will become an echo chamber അവിടെ television channels. അപ്പോൾ അതും അത് they can call it journalism also. I don't know what television channels are doing. So ഈ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും സാറിനെ പോലെയുള്ള ആളുകൾ പ്രിന്റ് ജേർണലിസത്തിൽ ഇത്ര ശക്തമായിട്ട് തുടരുന്നുണ്ട്. എന്താണ് അതിൽ തുടരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, സിറ്റുവേഷൻ മുഴുവൻ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ പോലും പൊളിറ്റിക്കൽ സിറ്റുവേഷനും ജേർണലിസ്റ്റിക് സിറ്റുവേഷനും ഒക്കെ ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള ഡീക്കേ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? അത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുന്നതല്ല. ഇതേ സമയം ഐ വാസ് വെരി ലക്കി. ഞാൻ ഒരു ഈ 1992 മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് ഐ ജസ്റ്റ് എസ്കേപ്ഡ്, ജസ്റ്റ് ബിഫോർ ദറ്റ് ഐ ജോയിൻ ദ പ്രൊഫഷൻ. ഐ ഓൾവേസ് വോണ്ടഡ് ടു ബി എ ജേർണലിസ്റ്റ്. അതിൻ്റെ പേഴ്സണലായിട്ട് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള ടീമിലെ പലരും അങ്ങനെ ഉള്ളവരാണ്. അപ്പോൾ ഇവരിൽ ഒരു 75% പേരും ഒരു ജേർണലിസ്റ്റ് ഒരു ജോലിയായിട്ട് വേണം എന്ന് കരുതി വന്നവരല്ല. അവർക്കെല്ലാം വേറെ, എനിക്ക് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തതാണ് എൻ്റെ താല്പര്യം. ചെറുതൊട്ട് അതായിരുന്നു. പക്ഷേ അറ്റ് സം പോയിന്റ് ഈ ജേർണലിസം എന്നുള്ള തലയിൽ കയറി then I wanted, but I knew what I was getting into. എങ്ങനെയാ തലയിൽ കയറി? It happened just like that, I met Kanshiram in Kerala Trivandrum. അങ്ങനെ ഓരോരുത്തരെ കണ്ടപ്പോൾ I realized that അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് that his influence, he had so അന്നങ്ങനെ DS4 എന്ന കണ്ട പാർട്ടി BSP വോട്ടില്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഫോർച്യുനേറ്റ്ലി ഐ ന്യൂ വാട്ട് ഐ വാസ് ഗെറ്റിംഗ് ഇൻ. കാരണം ഞാൻ ചെറിയൊരു സായന പത്രത്തിൽ, തിരുവനന്തപുരത്തിൽ മലയാള പത്രത്തിൽ റിപ്പോർട്ടറായിരുന്നു. ഐ ന്യൂ വാട്ട് ഇറ്റ് വാസ്. ആൻഡ് അങ്ങനെ ഒരു ചെറിയ പത്രത്തിൽ നിന്ന് വന്നപ്പോൾ ഐ നെവർ ഹാഡ് എനി ഇല്യൂഷൻസ് അബൌട്ട് മീഡിയ. ഐ ന്യൂ ദറ്റ് ഇറ്റ് ഈസ് there is no job security and റിയാലിറ്റി അപ്പോഴേ അറിയാറുണ്ട്. അന്ന് റിയാലിറ്റി ആയിരുന്നില്ല. കാര്യം 92 ആയപ്പോൾ എവറിത്തിങ് ചേഞ്ച്. ഇറ്റ് ബിക്കം വൺ ഓഫ് ദ മോസ്റ്റ് സോർട്ട് ആഫ്റ്റർ പ്രൊഫഷൻ. 92 കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് പേജുകൾ കൂട്ടിയല്ലേ. പിന്നെ ഫിനാൻഷ്യൽ ജേർണലിസം, പിങ്ക്, അപ്പോൾ സാലറി ഭയങ്കരമായിട്ട് കൂടി, ഭയങ്കരമായിട്ട് ഇനോർഡിനേറ്റ്ലി ഹൈ. ഞാനിപ്പോഴും പറയാം എൻ്റെ സാലറി ഐ എം ഓവർ പെയ്ഡ് ബിക്കോസ് ഐ ഡോണ്ട് ഡിസേർവ് വാട്ട് ഐ എം ഗെറ്റിംഗ് പെയ്ഡ്. ബട്ട് ഐ വാസ് ഫോർച്ചുനേറ്റ് ആൻഡ് ദറ്റ് ബിക്കോസ് എൻ്റെ സാലറി വെൻ ഈ ടൈഡ് വരുമ്പോൾ എവറി ബോട്ട് വിൽ റൈസ്, സോ മൈ സാലറി ഓൾസോ റോസ്. It was unsustainable. I could see the way it was going. So I knew that one day we will wake up and it will crash. So most people didn't realize that. അതുകൊണ്ടാണ് പലരും പ്രൊഫഷൻ they went to PR job. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഡിസെൻറ്റൻറ്റഡ് ആയിട്ട് പലരും ജേർണലിസ്റ്റ് നിർത്തിപ്പോയി. But I didn't have any illusions, that is the main thing. So there are a lot of people like me, people who don't. ഞാൻ ഇന്നലെ I met somebody here in Calicut. He is not being paid for 5 months. He is a journalist. But he's staying and he's sleeping in the office and working, and he's actually doing free journalism. I didn't know. None of my colleagues have done it. They have taken pay cut. They have what they think they have done a lot of sacrifice, but they have not done anything like this, So people, there are a lot of people like this. ആ ഒരു വ്യത്യാസമേ വളരെ ക്ലിയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ പല തരത്തിൽ ക്ലാസ്സിൽപ്പെട്ട ജേർണലിസ്റ്റുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വലിയ ശമ്പളം വാങ്ങിക്കുന്ന എന്നാൽ കണ്ടന്റ് മേക്ക് ചെയ്യാത്ത ജേർണലിസ്റ്റുകൾ ഒരു വശത്തും, അപ്പുറത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും, പൊളിറ്റിക്സിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഒരു, അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല വെർണക്കുലർ മീഡിയയും ഇംഗ്ലീഷ് പ്രസിന് എന്തുകൊണ്ടോ ഒരു അതിന് ഡിസേർവ് ചെയ്യാത്ത, അതിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ മാച്ച് ചെയ്യാത്ത രീതിയിലുള്ള സാലറിയാണ്. ഇറ്റ്സ് ക്വൈറ്റ്. ഞാൻ പറയുന്നതുകൊണ്ട് ഐ മേക്ക് മോർ എനിമീസ്. No, what I'm saying, I'm not saying that English media should be paid less. What I'm saying, the vernacular media definitely should be. Vernacular തന്നെ പറഞ്ഞാൽ ശരിയല്ല, ലാംഗ്വേജ് മീഡിയ അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജ് മീഡിയ എന്നാണ്. I don't know the reason. One reason could be the advertising rates, because advertisers pay more money to the English video, thinking that അവരുടെ റീഡേഴ്സ് എല്ലാം SEC A സെക്ഷൻ they divide according to the economic thing. അതുകൊണ്ടായിരിക്കാം. പക്ഷേ that is not because of anything the journalists are doing, So that discrimination should not be shown. But unfortunately, and even from one newspaper to another newspaper, even though അവർ ഒരു വേജ് ബോർഡെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ there are ways to get around it, And newspaper, it's not uniform. Even within one organization, people sitting side by side, there can be a huge difference, because one person can, ഒരാൾ മറ്റൊരു പത്രസ്ഥാപനത്തിൽ നിന്ന് വന്നാണെങ്കിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴേ പ്രിന്റ് ജേർണലിസം
ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഒരു അടുത്ത 5 വർഷം കൊണ്ടൊക്കെ ഇല്ലാതായി പോവും. പുറത്തുനിന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പത്രങ്ങളൊക്കെ പൂട്ടിപ്പോയൊരവസ്ഥയുണ്ട്. കൂടുതലായിട്ട് ഡിജിറ്റൽ മീഡിയയാണ് മെയിൻ സ്ട്രീമായിട്ട് മാറാൻ പോകുന്നത് എന്നുള്ള ചർച്ചകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയമുണ്ടോ? ഇല്ല, ഭയത്തിൻ്റെ അല്ല. ഈ ന്യൂസ് പേപ്പർ ഇക്കണോമിക്സ് ഇപ്പോൾ ഐ ഡോണ്ട് തിങ്ക് അവർ പൂട്ടുപോകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഐ ഓഫൺ വൈ ഡു ദ നീഡ് ടു എക്സിസ്റ്റ്, ഡു ദ നീഡ് ടു എക്സിസ്റ്റ് അവേ എങ്ങനെ എന്നൊരു ചോദ്യം നമുക്ക് പലപ്പോഴും ചോദിക്കേണ്ടി വരും. എന്തിനാ ഡു ദ നീഡ് ടു? കാര്യം അവരെന്താ ചെയ്യുന്നത്? ഞാൻ ഉദാഹരണം പറയുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു ബഡ്ജറ്റ്, ഇത്തവണത്തെ ബഡ്ജറ്റ് വന്നു കേരളത്തിലൊരു വളരെ ഒരു പത്രം, എന്തോ ഒരു ഭയങ്കര സംഭവം. ഈ ബഡ്ജറ്റിനകത്ത് ഞാൻ രാവിലെ ഈ 11 മണിക്ക് ശേഷം 4 മണി ഞാൻ വീണ്ടും എനിക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് പോയിന്റിന് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന്, ഇത്രയും പറഞ്ഞിട്ട്. പക്ഷേ കേരളത്തിൻ്റെ പത്രം വളരെ മനോഹരമായിട്ട് എന്തോ ഒരു ഭയങ്കര ഡിജിറ്റൽ എന്തോ ഒരു സംഭവം ഉണ്ടാകുന്ന, അത് വളരെ പ്രമുഖമായൊരു പത്രം. അപ്പോൾ ഇത് കാണുമ്പോൾ അതുപോലെ വേറൊരു പത്രം UP ഇലക്ഷന് തലേദിവസം പ്രധാനമന്ത്രി അത് ഒരു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു ന്യൂസ് ഏജൻസിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും യോഗി ഇലക്റ്റഡ് ആവുന്നത്. അത് ഒരു ലീഡ് സ്റ്റോറി ആക്കിയ ഒരു നാഷണൽ പത്രം പിറ്റേ ദിവസം. ഈ പ്രധാനമന്ത്രി ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറയുമോ? ഇദ്ദേഹം പറയുകയാണല്ലോ യോഗി അല്ല അഖിലേഷ് യാദവ് ആണ് എന്ന വാർത്തയുണ്ട്, ന്യൂസുണ്ട്. ഇതിനകത്ത് എന്ത്? അതുകൊണ്ടാണ് ഞാൻ പല ആലോചിക്കട്ടെ, ഡു വി നീഡ് ടു എക്സിസ്റ്റ്? ഡു വി നീഡ് ടു എന്നുള്ളൊരു പ്രധാനം. ഐ എം ഷുവർ ദേ വിൽ സർവൈവ് ബിക്കോസ് ദേ ഹാവ് ലോട്ട് ഓഫ് ബിസിനസ് മോഡൽസ്. അതുകൊണ്ട് ദേ വിൽ സർവൈവ് ബിക്കോസ് ഇപ്പോൾ പല ഇക്കണോമിക് പത്രങ്ങളും ബിസിനസ് ന്യൂസ് പേപ്പർ അവർ സർവൈവ് ചെയ്യുന്നത് ഈ അവാർഡ്സ് ഫംഗ്ഷൻ, അതാണ് അവരുടെ മെയിൻ. അപ്പോൾ അത് വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പേട്രേജ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാര്യം നരേന്ദ്രമോദി ഒരു തവണ ഒരു പത്രത്തെ ശിക്ഷിച്ചു. അദ്ദേഹം ചെല്ലാം നേരിട്ട് അവരുടെ ആ പത്രത്തിൻ്റെ വേറൊരു സെക്ഷൻ അദ്ദേഹം എന്തോ ഒരു വിമർശിച്ചെന്നും പറഞ്ഞു, അത് പോയില്ല. പോയില്ലെങ്കിൽ ആ സ്പോൺസേഴ്സ് കാശ് കൊടുക്കില്ല, മനസ്സിലായില്ല. അപ്പം ഇവരുടെ ദിസ് ഇസ് ഓൾ എ വെരി സ്ട്രേഞ്ച് തിങ്. ദിസ് മിനിസ്റ്റേഴ്സ് 6-7 മിനിസ്റ്റേഴ്സാണ് ഈ ഫംഗ്ഷൻ പോകുന്നത്. അതായത് ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ ഒരു ഫംഗ്ഷന് പോയിട്ട് സ്പോൺസേഴ്സ് ഈ പ്രൈവറ്റ് ഏജൻസിക്ക് കാശ് കൊടുക്കുക. അപ്പം ദേ ആർ ആക്ടിങ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ഈ മിനിസ്റ്റേഴ്സ്. ബട്ട് ഇതിനൊന്നും, അപ്പോൾ ഇതാണ് ഈ ബിസിനസ് മോഡൽ ന്യൂസ് പേപ്പറിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്, first of all, I don't know whether we should call it newspaper. Then whether they should exist, I don't think anybody will miss them if they don't exist. അപ്പോഴും ഈ ലെഗസി മീഡിയ ഹൗസസ് ഉണ്ടല്ലോ, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലൈനിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് മലയാളത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺലൈൻ മീഡിയയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ മീഡിയേൻ്റെ എക്സിസ്റ്റൻസിലുള്ള പ്രതീക്ഷയായിരിക്കുമോ, അതോ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ആക്ട് ആയിരിക്കുമോ? രണ്ടുമുണ്ട്. ഒന്നാം ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെരിഷബിൾ ബിസിനസ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു ദിവസത്തെ ഒരു അഡ്വർടൈസ്മെന്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വി കൻ നെവർ റിട്രീവ് ഇറ്റ്. ദാറ്റ് സ്പേസ് ഇസ് ഗോൺ. ഹോട്ടൽ ബിസിനസ് പോലെ ഒരു ദിവസം ആ റൂം എടുത്തില്ലെങ്കിൽ ദാറ്റ് റവന്യൂ കൻ നെവർ ബി. സോ എവിടെ റവന്യൂ ഉണ്ടെങ്കിലും ദാറ്റ് ഇസ് ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ദേ നീഡ് ടു സക്ക് ഇറ്റ്. വെറെവർ ഇറ്റ്സ് പോസിബിൾ ദേ വിൽ ട്രൈ ദാറ്റ്. പിന്നെ ലൈക്ക് ഇറ്റ്സ് എ ബാക്കപ്പ് ഓൾസോ. ദേ തിങ്ക് ദാറ്റ് അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ബിക്കം. ബട്ട് ഇന്ത്യയിലെ സിറ്റുവേഷൻ ഈ ബിസിനസ് മോഡൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഐ തിങ്ക് ദേ വിൽ സർവൈവ് ഫോർ എ ലോങ് ടൈം. ഇറ്റ് ഇസ് എ ഡേഞ്ചറസ്. കാര്യം ഞാൻ ഒരു മാസം 1-2 ഒരു നല്ല സപ്ലിമെൻറ്റ്, ഇഫ് ദേ ക്യാൻ ബ്രിങ് ഔട്ട് എ സപ്ലിമെൻറ്റ് വിത്ത് ഇനഫ് ആൻഡ് സപ്പോർട്ട് ദേ ക്യാൻ സർവൈവ് ത്രൂ ദാറ്റ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന എന്താണ്, ഹൂ ക്യാൻ സപ്പോർട്ട് ദം? ഐദർ എ പൊളിറ്റിക്കൽ പാർട്ടി ഓർ സം ബിഗ് ബിസിനസ്. എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല, എല്ലാം ചെയ്യണമെന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം ചെയ്തത് അപ്പോൾ അത് മതി. ഒരു അവാർഡ് ഷോ ഒരു ദിവസം, അല്ലെങ്കിൽ പിറ്റേ ദിവസം വേറൊരു ഈ ഫ്രണ്ട്ലി അഡ്വർടൈസ്മെൻറ്റ്സ്, അതിൻ്റെ ബേസ്ഡ് ന്യൂസ് സ്റ്റോറീസ്. അപ്പോൾ ഇറ്റ്സ് എ വിഷ്യസ് സൈക്കിൾ. ഈ സാർ തന്നെ നമ്മൾ ട്രൂ കോപ്പി തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു സംഗതിയുണ്ട്, അതായത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ട് ഒരു ഓൺലൈൻ മീഡിയ വരുന്നു എന്നുള്ളത് പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ന്. പക്ഷേ ഇതിന് വേറെ ഒരു അനുകരണമോ അല്ലെങ്കിൽ അത്തരം സംഗതികൾ നമ്മൾ കാണുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഓൺലൈനിൽ കൊണ്ടുവരാൻ ഇപ്പോഴും ലെഗസി മീഡിയ ആയാലും പുതിയതായിട്ട് ഉണ്ടാവുന്ന മീഡിയ ആയാലും ഒക്കെ ഭയക്കുന്നുണ്ട്. ഇത് സർവൈവ് ചെയ്യില്ല എന്നുള്ളൊരു തോന്നല്. അതിനൊരു ഭാവി കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു ബാക്കപ്പ് ഇല്ലാതെ ഇത്തരം മീഡിയാസ് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ 1-2 ഒക്കെ അല്ലാതെ?
എനിക്ക് അതിനുള്ള എക്സ്പെർട്ടീസ് ഇല്ല. അപ്പോൾ അതിന് ശുഭാപ്തി വിശ്വത്തോടെ നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് മോഡൽ ന്യൂയോർക്ക് ടൈംസ്, ദേ മോർ ദൻ സർവൈവ്ഡ്. ഐ തിങ്ക് ദേ റീച്ച് 10 million now paid listing, which is far bigger than their own print media. So there is a huge success. Daily Mirror, another huge. I don't know whether we want to do Daily Mirror journalism, but I'm still saying it's a successful model. So there have been successful models. പിന്നെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ we are never sure, you know. നമ്മൾ it be either halfway. Often what I realize, ഇപ്പോൾ ഒരു ലെഗസി മീഡിയ പുതിയതല്ല, പേ വാൾ വരികയാണെങ്കിൽ തന്നെ അത് ഒരു സെക്ഷൻ മാത്രം പേ വാളോ അല്ലെങ്കിൽ എഡിറ്റോറിയലിൻ്റെ ഒരു നല്ലൊരു ആർട്ടിക്കിൾ, ഒരു പേരുള്ള ഒരാളുടെ ആർട്ടിക്കിൾ, അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹാഫ് വേ ഹൗസ് വിൽ വർക്ക്. ഇറ്റ് ഹാസ് ടു ബി. പിന്നെ ഇപ്പോൾ ഇത് മാത്രം ഓൺലൈൻ മീഡിയ, യു നീഡ് ടു സ്റ്റേ ആൻഡ് ഫൈറ്റ്. പിന്നെ ഐ ഡോണ്ട് തിങ്ക് ഓവർ നൈറ്റ് ഇറ്റ് ക്യാൻ ബി ഡൺ. സോ ഐ തിങ്ക് സോ. ബിക്കോസ് ആളുകളുടെ കാര്യം വി ആർ റെസ്പോൺസിബിൾ ദാറ്റ് നോ അഗൈൻ. ബിക്കോസ് ഞാൻ പറയാറുണ്ട്, ഇപ്പം ഞങ്ങളുടെ പത്രം ഐ തിങ്ക് വി സ്പെൻഡ് അറൌണ്ട് 15 rupees പെർ കോപ്പി. ദാറ്റ് ഇസ് അവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പക്ഷേ ഞങ്ങൾ വിൽക്കുന്ന 4 രൂപയ്ക്കാണ്. അപ്പോൾ ബ്രേക്ക് ഇവൻ ആണെങ്കിൽ തന്നെ വി നീഡ് അറൌണ്ട് 11 rupees വി നീഡ് ടു ഫൈൻ ഫ്രം അവർ അഡ്വർടൈസേഴ്സ്. അപ്പോൾ ഒരു 11 രൂപ കൊടുക്കുന്ന അഡ്വർടൈസറിനാണോ 4 രൂപ കൊടുക്കുന്ന റീഡറിനാണോ നമ്മൾ പ്രാധാന്യം? ഇറ്റ്സ് വെരി സിമ്പിൾ ദാറ്റ് ഇക്കണോമിക്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ട് ആർ വി ഓൾസോ സെയിങ്, വി ആർ ബേസിക്കലി സെയിങ് ദാറ്റ് ന്യൂസ് ഇസ് ചീപ്പ് ആൻഡ് എനിത്തിങ് ചീപ്പ് ഇസ് നോട്ട് വർത്ത് വെൽ. നമ്മളൊരു ആദ്യം നമ്മൾ ഡിസൈഡ് ടു കമോഡിഫൈ സംതിങ് ആൻഡ് ദെൻ വി മേക്ക് ഇറ്റ് ചീപ്പ്. വാട്ട് ആർ വി ടെല്ലിങ് അവർ പീപ്പിൾ ദാറ്റ് ഇറ്റ്സ് നോട്ട് വർത്ത് യുവർ എഫേർട്ട് ആൻഡ് മണി എന്ന് നമ്മൾ ആളെ പഠിപ്പിച്ച്. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, 4 രൂപയ്ക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും വാങ്ങിക്കാം, ഒരു ബിസ്ക്കറ്റോ ഒരു ചായയോ പോലും ഒന്നും കിട്ടൂല. അപ്പോൾ ന്യൂസ് നമ്മൾ അതിനെക്കാട്ടി ചീപ്പാക്കിയത് നമ്മൾ തന്നെയാണ്. 1 രൂപയ്ക്കും കിട്ടുന്നുണ്ട് ചില ഇംഗ്ലീഷ് പത്രങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ. ഈ ക്രോസ് സബ്സിഡിയും ഹിഡൻ സബ്സിഡിയും നോക്കിയിട്ട് 1 രൂപയ്ക്ക് വിൽക്കുന്ന പത്രങ്ങളുണ്ട്. അപ്പോൾ അത്രയും ചീപ്പാക്കിയ ശേഷം മറ്റൊരു ഓൺലൈൻ മീഡിയ വേറെ ആരെങ്കിലും ഒരാളോട് നിങ്ങൾ 5 രൂപ ചെയ്യാന്ന് പറയുമ്പം റീകോയിൽ, ബിക്കോസ് നോർമൽ ഹ്യൂമൻ തിങ് ഇസ് ടു ഗെറ്റ് എവറിത്തിങ് ഫ്രീ. അപ്പോൾ അങ്ങനെ ആ ഒരു ഹാബിറ്റ്. അപ്പോൾ ഞാൻ പറയുന്നത് റീഡേഴ്സിന് ദർ ഇസ് റെസ്പോൺസിബിലിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ഓഡിയൻസ് ഓൾസോ. പിന്നെ അവർക്ക് ദേ കാൻ സേ ദാറ്റ് ഞങ്ങളൊന്നും പൈസ കൊടുക്കില്ല, പക്ഷേ വി നീഡ് ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി. അത് ഒരിക്കലും പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ഗിവ് ആൻഡ് ടേക്ക്. സോ ദേ ഓൾസോ ഹാവ് ടു റിയലൈസ്, ദ കമ്മ്യൂണിറ്റി ഹാസ് ടു റിയലൈസ് വെദർ ദേ നീഡ് എ ന്യൂസ് പേപ്പർ ഓർ നോട്ട് എന്നുള്ളത്. അപ്പോൾ ആത്യന്തികമായി വരുന്നത് വീണ്ടും നമ്മൾ വരുന്നത് ഈ ഉത്തർപ്രദേശിൽ ഈ യോഗിക്ക് വോട്ട് ചെയ്തത് പോലെയാണ് നമ്മുടെ രാജ്യമെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ അതുപോലെ തന്നെ ആയിരിക്കും. അതിന് നമുക്ക് ഒരിക്കലും എങ്ങനെ നമ്മൾ നമുക്ക് രണ്ടിനും വേർതിരിക്കാൻ പറ്റും? ഈ ബംഗാളിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. നമ്മൾ പണ്ട് തൊട്ടേ കേരളവും ബംഗാളും തമ്മിലുള്ള വലിയ താരതമ്യങ്ങൾ നടത്താറുണ്ട് പല കാര്യങ്ങളിലായിട്ട്. എന്ന് മാത്രമല്ല ലിറ്ററേച്ചർ ആയാലും ഒക്കെ പലതരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് ബംഗാളും കേരളവും. ഇപ്പോൾ ആ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് വേറെ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു. കാരണം അവിടെയുള്ള ആളുകളൊക്കെ ജോലിക്കായിട്ട് വരുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ഒരു പത്രം എന്നുള്ള രീതിയിൽ ഈ ഒരു മൈഗ്രേഷനെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹ്യൂമൻ റിസോഴ്സ് കേരളത്തിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ഒരു വലിയ തൊഴിൽ സേനയായിട്ട് മാറുന്നതിന്, അതിനെ ഒരു പത്രം എന്നുള്ള രീതിയിൽ, ഒരു എഡിറ്റർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഇത് ശരിക്കും തുടങ്ങിയത് ഇപ്പോഴല്ല, ഏകദേശം mid-90s ആയപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇപ്പോൾ പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല, ഞങ്ങൾ വളരെ ശക്തമായിട്ട് ബുദ്ധിദേവപ്പെട്ടവരുടെ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ സപ്പോർട്ട് ചെയ്ത പത്രമാണ്. അതിന് മെയിൻ കാര്യം ഇതായിരുന്നു. കാര്യം ഞാൻ ആ ടാറ്റ പ്രശ്നം, സിംഗൂർ പ്രശ്നം വലുതായപ്പം ഞങ്ങൾ ഫോട്ടോഗ്രാഫർ അയച്ച് ഹൗറ പുതിയ ഷാലിമാർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു, ഒരു കേരളത്തിൻ്റെ ട്രെയിൻസ് വരുന്നത്. അവിടുത്തെ അവസ്ഥ ഈ പ്ലാസ്റ്റിക് ഒരു കയ്യിൽ വെറും ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് സഞ്ചി പിടിച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കും. എപ്പോഴും അത് തന്നെയാണ് ക്യൂ ഇങ്ങനെ കറങ്ങി. അല്ലെങ്കിൽ വേറെ ആ സ്റ്റേഷനിൽ വേറെ ട്രെയിനുകളൊന്നുമില്ല. ഒരു വളരെ ഒരു പരിതാപകര ഒരു ഭീകരമായ കാഴ്ചയാണ്. ഇങ്ങനെ ചെറുപ്പക്കാർ 22 വയസ്സുള്ള ഇങ്ങനെ നിന്നിട്ട് ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ പോലീസുകാർ അവിടെ നിന്ന് ഈ ലാത്തി വെച്ച് വരെ ഇങ്ങനെ തള്ളിക്കയറ്റാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറാൻ ശ്രമിക്കുന്നതുകൊണ്ട് കയറാൻ പറ്റൂല. എന്താ ഈ ലാത്തി ഇങ്ങനെ പിടിച്ചിട്ട് തള്ളി ഈ മീനൊക്കെ നമ്മൾ കുത്തി കയറ്റൂല, അതുപോലെ ആ ട്രെയിനകത്തോട്ട്. അപ്പം ഈ ഞങ്ങൾ ലേബർ വാഗൺസ് ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ഓൺലി ആൻസർ. കൃഷി കൊണ്ട് ഇവരെല്ലാം കൃഷിക്കാരാണ്. അപ്പോൾ കൃഷി അവർക്ക് ബംഗാളിലെ ഇത് വളരെ ഫലഭൂയിഷ്ടമായ ഭൂമിയാണ്. അത് ശരിക്കും ബംഗാളിൻ്റെ നാശമാണ് ഇപ്പോൾ ശരിക്കും പറയുന്നത്. കാര്യം കൃഷി ആളിൽ ചെയ്യാനും ഇപ്പോഴത്തെ ജനറേഷൻ കൃഷി ചെയ്യാനും താല്പര്യമില്ല. അതും പലരും കൃഷി മുഴുവൻ വർഷത്തേക്ക് ദേ കനോട്ട് ബി കെപ്റ്റ് ഓക്കുപൈഡ് ഓൾസോ. അതുകൊണ്ട് ഈ ഒഴിഞ്ഞ സമയത്താണ് അവർ പലപ്പോഴും വന്ന് തുടങ്ങിയത്. അങ്ങനെയാണ് തുടങ്ങിയത് ഈ മൈഗ്രേഷൻ. പക്ഷേ ഇപ്പോൾ സീസ് റൗണ്ട് ദ ഇതായി.
അപ്പോൾ ഇതിനെ നേരിടാൻ വെച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയലൈസേഷനിൽ വേറെ മാർഗ്ഗമില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അന്ന് ഞങ്ങൾ വളരെ ശക്തമായിട്ട് ബുദ്ധിപഠിച്ചതിനെ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം ഈ 30 വർഷത്തിനകം ഈ ലെഫ്റ്റിനെതിരെ ഇത്ര ഡീപ്പായിട്ട് ഡിസ്കണ്ടൻറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതിനൊരു കാര്യം ഞങ്ങൾ ആദ്യം തൊട്ട് ലെഫ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ പത്രത്തിൻ്റെ പോളിസി എന്ന് പറയുന്നത് തുടക്കം മുതലേ ക്രിട്ടിസൈസ്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ എപ്പോഴും ക്രിട്ടിസൈസ് കൊണ്ടിരിക്കുമ്പോൾ ശരിക്കുള്ള ക്രിറ്റിസിസം വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അത് റീഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വിചാരിച്ചത് നമ്മൾ തന്നെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുകയാണ്. മനസ്സിലായി? എപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും നമ്മളെ സീരിയസ് ആയിട്ട് പോകില്ല. നമ്മൾ പറയുന്ന അവർ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നുള്ള ഇത്. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല. 2009 ആയപ്പോഴാണ് ഇത്രയും ഭീകരമായ ഒരു ലെഫ്റ്റിൻ്റെ ഇറോഷൻ ഉള്ള രീതിയിൽ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനം അതുപോലെ തന്നെയല്ലേ പാർട്ടിക്കുള്ളിലും സംഭവിച്ചിട്ടുണ്ടാവുക. അവർ പോലും അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ തന്നെയല്ലേ അവർ പോലും അറിയിച്ചുണ്ടാകുന്നില്ല. രണ്ടാമത് എനിക്ക് ബുദ്ധിപരപ്പെട്ട പരിചയമില്ല. പക്ഷേ ഞാൻ ശരിക്കും വിചാരിക്കുന്നത് ഹി ജെനുവൻലി വാണ്ടഡ് ടു റെസ്ക്യൂ ദ സ്റ്റേറ്റ്, എസ്പെഷ്യലി ഹി ഫെൽറ്റ് ഫോർ ദ യങ് പീപ്പിൾ. ഹി വാണ്ടഡ് ടു സംതിങ് ഫോർ ദം ആൻഡ് ഹി ബിലീവ് ഹി ഓൾസോ ജെനുവൻലി ബിക്കോസ് അതർവൈസ് ബുദ്ധ വാസ് വെരി ട്രഡീഷണൽ മാർക്സിയൻ. അതർവൈസ് ഹി വാസ് കൺസിഡർഡ് ആക്ച്വലി മീഡിയ ഹേറ്റഡ് ഹിം ബിക്കോസ് അങ്ങനെ ഒരു മീഡിയ സെൻറ്റർ തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഹി വാസ് നമ്മുടെ യോഗിയെ പോലെയായിരുന്നു അന്ന് ബിഫോർ ഹി ബിക്കെയിം ചീഫ് മിനിസ്റ്റർ. വെൻ ഹി വാസ് ഹോം മിനിസ്റ്റർ ഹി വാസ് ലുക്ക്ഡ് അപ്പോൺ ലൈക്ക് വി ലുക്ക് അപ്പോൺ യോഗി നോ. ആ രീതിയിലൊരു റിയാക്ഷണറി ഫോഴ്സ് എന്നൊക്കെ ഉള്ളൊരു. പക്ഷേ വൺസ് ഹി ബിക്കെയിം ചീഫ് ഹി ചേഞ്ച്. പലരും ബുദ്ധയെ പഠിച്ചാൽ ഇപ്പോഴും പറയുന്നത് അയാളാണ് CPM ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഹി ട്രൈഡ് ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് ഹി ഡിഡ് ഹിസ് ബെസ്റ്റ് ബട്ട് ഹി ഡിഡ് നോട്ട് സക്സീഡ്. ഒന്ന് ഈ മൈഗ്രേഷൻ കൊണ്ട് തിരിച്ച് ബംഗാളിന്, അതായത് ഇത്രയും ആൾക്കാർ പുറത്തുപോയി ജോലി ചെയ്തിട്ട് വരികയാണല്ലോ, അതുകൊണ്ട് ബംഗാളിൽ എന്തെങ്കിലും തരത്തിലുള്ള അടിത്തട്ടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാര്യം അവരിവിടെ വന്നില്ലെങ്കിൽ, കാര്യം അവിടുത്തെ സവിശേഷം ഒന്ന് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. അപ്പോൾ അവരിവിടെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ ഗോൺ സമർ എൽസ്, ഇവിടെ ഫൗണ്ട്. കാര്യം എപ്പോഴും മൈഗ്രന്റ് ലേബറിന്റെ ഒരു ഇതാണ് നമ്മളിവിടുത്തെ ഗൾഫ് ഭൂമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള അതുപോലത്തെ അവിടെ ഇക്കണോമിക് ഇത് അത്ര ഇതായിട്ട് വന്നിട്ടില്ല. അവർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും 500 രൂപ ദിവസം കൂടുതൽ കിട്ടുന്നേ ഉള്ളൂ അല്ലേ. പിന്നെ ഈ മമതയെ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഹെർ വെൽഫെയർ സ്കീംസ് ഇസ് ഓൾമോസ്റ്റ് 70% ഓഫ് ദ പീപ്പിൾ ആർ ടച്ച് ബൈ വൺ സ്കീം ഓർ ദ അതർ. ഈ 10 കോടി ആൾ 7 കോടി പീപ്പിൾ ആർ കവേർഡ് ബൈ ഹെർ സ്കീംസ്. അപ്പം ആ വെൽഫെയർ കാര്യങ്ങൾ പലരും അങ്ങനെ നമുക്ക് പറയാം. ഇപ്പോഴത്തെ ഒരു താരതമ്യം കേരളയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ഇഷ്യൂവിന്റെ പുറത്താണ്. നന്ദിഗ്രാമും സിംഗൂരും ഇങ്ങനെ നിരന്തരം ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് അന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ. പക്ഷേ സാർ തന്നെ കഴിഞ്ഞ ദിവസം അത് പൂർണ്ണമായിട്ടും ആ രീതിയിൽ നന്ദിഗ്രാമമായി മാറാൻ സാധ്യത ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിനൊരു സാധ്യത ഒരു കാര്യം, ഇത് അവിടുത്തെ ഇത് ഈ ബംഗാളിൽ നടന്നത് ഈ അവിടുത്തെ സ്ഥലം ഒന്ന് ഈ സിംഗൂർ ആദ്യം പ്രശ്നമായിരുന്നു. ശരിക്കും സിംഗൂറിൻ്റെ ഒരു പ്രത്യേകത ഈ ഭൂമിയുടെ ഉടമസ്ഥര് ശരിക്കും അവിടെ ഉള്ളവരല്ല. അവർ അവിടെ നിന്നെല്ലാം വിട്ടുപോയി കഴിഞ്ഞു. അപ്പം അവരുടെ ഷെയർ ക്രോപ്പേഴ്സ് അല്ലെങ്കിൽ ചെയ്ത് ജോലി ചെയ്ത് അവരാണ് ലാൻഡ് ഹോൾഡേഴ്സ്. അപ്പോൾ ഈ ബുദ്ധദേവയുടെ ആദ്യം പറഞ്ഞു എല്ലാവരും വില്ലിങ് കാണിച്ചത്. അപ്പോൾ അദ്ദേഹം ടെക്നിക്കലി പറഞ്ഞത് ശരിയാണ്. കാര്യം ഭൂമിയുടെ ഉടമസ്ഥർ വില്ലിങ്, അവരവിടെ അല്ല. അപ്പോൾ അവർക്ക് ഇവരെ അവിടെ ഭൂമിവകാശ നിയമം കൊണ്ട് ഇവരെ ഒഴിപ്പിക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ അവർ വിചാരിച്ചു ഇത് വരുമ്പം അവരെ ഒഴിപ്പിക്കുകയും ചെയ്യാം, അവർക്ക് കാശും കിട്ടും. അപ്പോൾ രണ്ടാമതാണ് ഈ ഇങ്ങനൊരു ഷെയർ ക്രോപ്പേഴ്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. അത് എന്തുകൊണ്ടാണ് ലെഫ്റ്റ് അത് ചിലപ്പോൾ അവർ ഡിസ്കണക്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഈ അലൈഡ് അവരുടെ അസോസിയേഷൻസിനെ അതിനകത്ത് ഉൾപ്പെടുത്താത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയേണ്ടതായിരുന്നു. അതൊരു തെറ്റുപറ്റിയെന്നുള്ള തീർച്ചയാണ്. അപ്പോൾ രണ്ടാമത് ഈ പ്രശ്നം വന്നപ്പോൾ ഈ ഷെയർ ക്രോപ്പേഴ്സും അപ്പം അദ്ദേഹം വളരെ ജനറസ് ആയിട്ടുള്ളൊരു പാക്കേജ് അവർക്ക് വേണ്ടിയും അനൗൺസ് ചെയ്തു. ആ പ്രശ്നമെല്ലാം തീർന്നായിരുന്നു. ശൃംഗൂർ ഏകദേശം ആടുന്നത്. അത് കഴിഞ്ഞ് നന്ദിഗ്രാമിൽ ഈ വന്ന ലക്ഷ്മൺ സേത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ലോക്കൽ ഇദ്ദേഹം ആ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് ഇത് പതിച്ചു. ലാൻഡ് ഒക്കേഷൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. നമ്മുടെ ഇവിടെ കുറ്റി വയ്ക്കും പോലും ആയിട്ടില്ല. ഒരു നോട്ടീസ് പതിച്ചു. അപ്പം അവിടെയുള്ള ജനങ്ങൾ രോഷം അത് ഇയാളുടെ ജീപ്പ് കത്തിച്ചു. അങ്ങനെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് ആളി പടർന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഇത് മനഃപൂർവ്വം സംഭവിച്ചല്ലോ ഒരിക്കലും. ആ സ്ഥലത്ത് പെട്ടെന്ന് വളരെയധികം മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. ഒരുപാട് കബർ ആക്കി അങ്ങനെയുള്ള ഒരു ഇമോഷണൽ പ്രശ്നമായിട്ട് മാറിയപ്പോൾ അവരെ വഴി മുഴുവൻ അങ്ങോട്ടുള്ള ബ്രിഡ്ജും എല്ലാം അടച്ച് ഈ നന്ദിഗ്രാം ബിക്കം ബിഗ് ഏരിയ ഓഫ് റെസിസ്റ്റൻസ്. അതൊരു സിമ്പിളായിട്ട് മാറി. അതിനുശേഷമാണ് ഈ പ്രശ്നം. പിന്നെ നടന്നത്
അത് കഴിഞ്ഞും ദേ വർ ട്രൈങ് ടു കൺട്രോൾ ഇറ്റ്. അത് കഴിഞ്ഞ് ബുദ്ധദേവ് ഉടനെ അനൗൺസ് ചെയ്തു വി ആർ ഡ്രോപ്പിംഗ് ദ പ്രോജക്ട്, നന്ദിഗ്രാം വേണ്ട. ഒരു ഐലൻഡിലെ സ്ഥലം കണ്ടുപിടിച്ചു. ആ ഐലൻഡിൽ പക്ഷേ ദേ കുഡ് നോട്ട് ഹാവ് ഇംപ്ലിമെൻറ്റഡ് ഇറ്റ്. ഈവൻ നയാച്ചാർന്ന സ്ഥലത്ത് പറ്റില്ല. എന്നാലും ഹീ സെഡ് ദാറ്റ് വി ആർ ഡ്രോപ്പിംഗ് ഇറ്റ്. അപ്പം ഇഷ്യൂ തീർന്നതാണ്. അതിനുശേഷം സംഭവിച്ചത് CPM ഇങ്ങനെ ഒരു ഐലൻഡ് ഓഫ് റെസിസ്റ്റൻസ് ഒരു സ്റ്റേറ്റിനകത്ത് പാടില്ല. ദേ ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അങ്ങനെ 14 പേര് പോലീസ് വെടിവയ്പ്പിൽ മരിച്ചു. അതാണ് മമത ഇമ്മീഡിയറ്റ്ലി റിയലൈസ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ. അത് പിന്നെ ഒരുപാട് ഒരു അതിനകത്തൊരു റിസ്വനൂർ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ, ഒരു പ്രേമം ഇഷ്യൂ വന്നു. അങ്ങനെ ഓരോന്ന് എല്ലാം കൂടെ ഒരു പെർഫെക്റ്റ് സ്റ്റോം എന്ന് പറഞ്ഞാൽ വന്നു വരും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ ഒരു പിന്നെ ഡീപ്പായിട്ടുള്ളത് ദർ വാസ് ഹ്യൂജ് ഡിസ്കണ്ടൻമെൻറ്റ്. അതിനുവേണ്ടി ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു ഈ നന്ദിഗ്രാമം സിംഗൂർ. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അങ്ങനെ ഒരു ഡിസ്കണ്ടൻറ്റ് ഗവൺമെൻറ്റിനെതിരെ ഉണ്ടെന്നുള്ള കാര്യം. അല്ല, ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ വെച്ചിട്ട് മാത്രമല്ല, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അതായത് ജനങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടല്ലോ, അതിവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഇങ്ങനെ ഒരു കേരളയിൽ കുറ്റികൾ കൊണ്ടുവന്ന് നാട്ടുക എന്ന് പറയുന്നത്, അത് ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം ഇത് പല വീടുകളിലും അറിയുന്നത് പോലീസ് വന്ന് കഴിയുമ്പോഴാണ്. അതാണ് ഈ പ്രൊട്ടസ്റ്റായിട്ടും മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഈ ഒരു ഡിസ്കണക്ട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഒരു വളരെ ലെഫ്റ്റിനെ വെറി ചെയ്യേണ്ടതിന് കാര്യം. ലെഫ്റ്റിനകത്തുള്ള ലെഫ്റ്റ് സിമ്പതൈസേഴ്സിന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കൂടുതൽ ആളുകൾ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് ലെഫ്റ്റിനെതിരെ പരസ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് എ തിങ്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ എസ്പെഷ്യലി ഒരു റീ എലക്റ്റഡ് ഗവൺമെൻറ്റാണ്. പലപ്പോഴും ഒരു മാൻഡേറ്റ് നമ്മൾ മിസ്റീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തും ചെയ്യാനുള്ളൊരു അധികാരമാണ്, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകളെല്ലാം ശരിയാണ്. ഒരിക്കലും അങ്ങനെ അല്ല, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് നമ്മുടെ പൊതുവേ ഒരു അടുത്ത ഇത് വീണ്ടും 2014 പ്രതിഭാസം, എന്ത് തീരുമാനം എടുത്താലും അത് ശക്തമായി അത് നടപ്പിലാക്കണം എന്നതുള്ളൊരു യാർഡ് സ്റ്റിക്ക്. നമ്മൾ തന്നെ പലപ്പോഴും പത്രങ്ങളിൽ നമ്മൾ അറിയാതെ എന്താണ് ഈ ശക്തനായ ലീഡർഷിപ്പ് എന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. വളരെ ശക്തനായ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അത്? അപ്പം നമ്മൾ തന്നെ ഒരു യാർഡ് സ്റ്റിക്കോ, അദ്ദേഹം ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ളൂ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ എന്തോ ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്സിൻ്റെ സൈനായിട്ട് നമ്മൾ തന്നെ കണ്ടു. നമ്മുടെ ഈ ലാംഗ്വേജും നമ്മുടെ ഭാഷയും കൊണ്ട് നമ്മൾ കൺവേർട്ട്, അത് നമ്മൾ പറയും അയാൾ ഇങ്ങനെ ഈസ് നോട്ട് എ സ്ട്രോങ് ലീഡർ. എന്തുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് എനിക്ക് അയാൾക്ക് വെയിറ്റ് എടുക്കാൻ നോക്കൂലെന്നോ എന്തുള്ള. അപ്പം നരേന്ദ്രമോദി അങ്ങനെ ആക്കില്ലേ, 5-ൻ്റെ അളവും ഇതൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഉള്ള ചിലപ്പോൾ ഡിസ്കണക്റ്റ് ആയിരിക്കാം അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് അദ്ദേഹം ചെയ്യുന്ന തെറ്റാണ് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ he must be thinking that as a strong leader I am supposed to do this എന്നുള്ളത്. ഈ ഭാഷയെക്കുറിച്ച് പറഞ്ഞില്ലേ, അതായത് പത്രഭാഷ അല്ലെങ്കിൽ മീഡിയ ഉപയോഗിക്കുന്ന ഭാഷ, അത് പ്രത്യേകിച്ച് ടെലിഗ്രാഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എപ്പോഴും അപ്രീസിയേഷൻ കിട്ടുന്നത് അതിൻ്റെ ഹെഡിങ്ങുകളും ഒക്കെ. അപ്രീസിയേഷൻ മാത്രമല്ല, നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടല്ലേ, ഇടിയും കിട്ടാറുണ്ടല്ലേ. പൊതുവെ നമ്മളിപ്പോൾ എന്താ പറയുക, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലെങ്കിൽ പത്രത്തിൽ വീണ്ടും ഇൻസെൻസിറ്റീവായ ഭാഷ ഉപയോഗിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ ന്യൂസ് റൂമുകളിൽ ഉള്ള ഒരു പഠനം നടക്കുന്നുണ്ടോ? അതോ ഈ എഡിറ്റേഴ്സ് ലെവലിൽ മനസ്സിലാക്കൽ മാത്രമാണോ നടത്തുന്നത്? അങ്ങനെ ഒരു എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ ട്രെയിനി ജേർണലിസ്റ്റ് തൊട്ടിട്ട് ഫീൽഡിലേക്ക് റിപ്പോർട്ടർ തൊട്ടിട്ട് എല്ലാവരിലും ഈ ഒരു വിദ്യാഭ്യാസം നടക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് മീഡിയ ഹൗസിനകത്ത്? പണ്ട് നമ്മുടെ സിസ്റ്റം ഈ ഹോഴ്സ് ഷൂ ഡെസ്ക് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റ് ആയിരുന്നു. അപ്പോൾ അത് it was designed in such a way that there is a train, because it's like a flow chart, no? It goes from the junior most to senior most, again goes back to the junior most and then goes to the press. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ എവറിത്തിങ് ചേഞ്ച്, അത് തന്നെ മാറി. അപ്പോൾ ഇപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കൂടെ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഓൺ ദ ജോബ്. അപ്പം കോൺസ്റ്റൻ്റ് ആയിട്ട് പറയുക, സീനിയേഴ്സ് പറയുക എന്നുള്ളതല്ലാതെ ഒരു ഫോർമൽ രീതിയിൽ നടക്കുന്നില്ല. പക്ഷെ ഒരു ഡിസേണിംഗ് ആയിട്ടുള്ളൊരു സബർഡിനേറ്റ് എപ്പോഴും പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അവസാനം ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ചെയ്ത കാര്യവും അവസാനം അത് പേപ്പറിൽ അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, എന്നിട്ട് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചോദിക്കാം സീനിയറിനോട്, ഞാൻ എന്ത് ചെയ്തത്, എന്തുകൊണ്ടാണ് താങ്കൾ മാറ്റിയത് എന്ന്. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, ചോദിക്കാത്തവരുണ്ട്. അത് ചോദിക്കാതെയും നമുക്ക് റിട്ടയർ ചെയ്യാം, ജോലിയിൽ കൂടെ കടന്നു പോയിട്ട്. രണ്ടും നമ്മൾ തീരുമാനിക്കേണ്ടതുള്ളത്. ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു എഡിറ്റർഷിപ്പ് ഒരു മാധ്യമ സ്ഥാപനത്തിന് എത്രത്തോളം പ്രധാനമാണ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും? ഞാൻ എഡിറ്ററായിട്ട് പിന്നെ എനിക്ക് എൻ്റെ ജോബിനെ ഡിഫെൻഡ് ചെയ്ത് വെക്കും. ഐ തിങ്ക് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഇൻ ന്യൂസ് പേപ്പർ. കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞത്, കാര്യം
ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഉത്തർപ്രദേശ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ഹെഡ്ലൈൻ, വലിയ ഹെഡ്ലൈനൊന്നും അല്ല, പക്ഷേ ഇറ്റ്സ് എ പ്രൊവക്കേറ്റീവ് ഹെഡ്ലൈൻ. ഞങ്ങൾ പറഞ്ഞു വൺ ഇത് ഹിന്ദുത്വ വോട്ടാണ്, രണ്ട് ഞങ്ങൾ അപ്പോൾ അതിന് ഇതായിട്ട് ഈ ഒരു ഗുജറാത്തി പോയം ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ. ഈ കോവിഡിൽ മരിച്ചപ്പം ശവവാഹിനി ഗംഗ എന്ന് പറഞ്ഞ ഗംഗയിൽ കൂടെ ശവങ്ങൾ. അപ്പം ഞങ്ങൾ പറഞ്ഞ് സെക്കുലറിസത്തിൻ്റെ ശവവാഹിനി ഗംഗ യു പിയിൽ കൂടെ ഒഴുകുന്നു. പിറ്റേ ദിവസം കൽക്കട്ടയിൽ വളരെ പ്രശസ്തനായ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നൊരു ഡോക്ടർ എന്നെ ഫോൺ ചെയ്ത് ഹി വാസ് വെരി അപ്സെറ്റ്. ഹി സെഡ് ദറ്റ് ഇത് നിങ്ങളെങ്ങനെ ചെയ്യുക. അപ്പം എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കറിയാം അദ്ദേഹത്തിന് എന്താ പ്രശ്നം എന്നുള്ളത്, പക്ഷേ ഞാൻ അങ്ങനെ അത് ബിസിനസ്. അപ്പോൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഹെഡ്ലൈനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ, ഐ വിൽ കറക്റ്റ് ഇറ്റ്. നിങ്ങൾക്ക് അതിനോട് ഐഡിയോളജിക്കലി പ്രശ്നം ഉണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ, യു ക്യാൻ റൈറ്റ് എ ലെറ്റർ, ഐ വിൽ പുട്ട്. But you cannot never tell me I should not give a headline. It's my business. Okay. That is what an editor should do. You know, when something happens, the buck stops with him. Okay. Even the publisher, nobody can tell you. എന്നെ പിരിച്ചു വിട്ടിട്ട് പറയാൻ പറ്റിയ ദിവസം, that is okay. But when I am sitting there, when the editor is sitting there, he is the decision his. Nobody can change it. Okay. And that is why I defended ഈ മാധ്യമം ഒരു ഹെഡ്ലൈൻ കൊടുത്ത് there was a controversy താലിബാൻ സമയത്ത്. See, you can criticize the headline, you can say what, but you cannot say they cannot. That is their business. You know? Then how are we different from North Korea? Okay. If you say that you can give only this, you cannot give that headline, you cannot give. എന്നെ പ്രസ് കൗൺസിൽ സെൻഷർ ചെയ്തു ഒരു ഹെഡ്ലൈൻ. It's okay, not issue. But the thing is that, but I have not withdrawn that headline. So it is my decision. So you can punish me for that, but you cannot tell me that I have to change it. That അങ്ങനെ ഒരു സംഭവം ഒരു എഡിറ്ററിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാര്യം അല്ലെങ്കിൽ ഹൂ വിൽ ടേക്ക് ദ ഡെസിഷൻ. എഡിറ്റർ നിങ്ങൾ വേറെ എന്തോ പേരാണ് വിളിച്ചോളൂ, ന്യൂസ് എക്സിക്യൂട്ടീവ് എന്നോ ന്യൂസ് എഡിറ്റർ എന്നോ എന്തായാലും. ബട്ട് there has to be a very clear chain of command and editor nobody can override the editor. ഇത് ഞാൻ പറയേണ്ട പേര് ജോലി വല്ലവരും അതിന് കട്ട് ചെയ്ത് അയച്ചു കൊടുക്കും പബ്ലിഷ്. അങ്ങനെ ഒരു ടഗ് ഓഫ് വാർ നടക്കാറുണ്ട് പബ്ലിഷറും എഡിറ്ററും തമ്മിൽ. എല്ലാ ന്യൂസ് ഹൗസിലും നടക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അങ്ങനെ സംഭവിച്ചു? അത് അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എഡിറ്ററായപ്പോൾ ഐ വാസ് ഗിവൺ സം വെരി ക്ലിയർ ഗൈഡ് ലൈൻസ്. അത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാര്യം ഈ ഞങ്ങളുടെ ഒരു ലെഗസി മീഡിയ ആനന്ദബസ പത്രിക എന്ന് പറഞ്ഞ് ടെലിഗ്രാഫിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞങ്ങൾക്കൊരു ഇതില്ല ശരിക്കും ആനന്ദബസ. അപ്പോൾ ആനന്ദബസ അപ്പോൾ ഫോർച്ചുനേറ്റ്ലി അത് ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. ഫോർച്ചുനേറ്റ്ലി ഈ ആനന്ദ ബസാർ വാസ് ഫോംഡ് ബിക്കോസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. അന്ന് നേതാജിയും ടാഗോറും അവരെല്ലാം കൂടി സജസ്റ്റ് ബംഗാളിനൊരു പേപ്പർ വേണം. അപ്പോൾ ആ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകുന്ന സ്പേസ് വളരെ വലുതാണത്. അപ്പം അങ്ങനത്തെ ഒരു ബ്രോഡ് ഗൈഡ് ലൈൻസ് ഒന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇഫ് യു തിങ്ക് ദാറ്റ് ഒരു ന്യൂസ് നമ്മൾ മിസ് ചെയ്യുകയാണെങ്കിൽ അല്ല നമ്മൾ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് കമ്മ്യൂണൽ ടെൻഷൻ, അങ്ങനെ ഉണ്ടെങ്കിൽ യു ലെറ്റ് ദിസ് വേണ്ടാന്ന് വയ്ക്കുക. അങ്ങനത്തെ ഉള്ള ഗൈഡ് ലൈൻസ് തന്നെ ബ്രോഡായിട്ട്. പിന്നെ നമ്മൾ ഈ ഇപ്പോൾ എഡ്യൂക്കേഷൻ വി തിങ്ക് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫ്രീ. ഇൻഫാക്ട് വി ഹാവ് എ കോൺട്രവേഴ്സ്യൽ സ്റ്റാൻഡ് ഓൾസോ. വി തിങ്ക് ദറ്റ് ഗവൺമെൻറ് ഷുഡ് നോട്ട് ബി ഇൻവോൾവ് വിത്ത് എഡ്യൂക്കേഷൻ അറ്റ് ഓൾ എന്നുള്ള ഞങ്ങൾ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി പ്രൈവറ്റൈസ്ഡ്. ഇങ്ങനെയുള്ള ചില അല്ലാതെ ഇന്ന ചെയ്യാൻ പാടുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ച് എന്നെ വിളിച്ച് പറയും പിറ്റേ ദിവസം ഇത് അത് ഞങ്ങൾ യോജിക്കുന്നില്ല. അപ്പം ഞാൻ ഞാൻ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താറുണ്ട്. തെറ്റാണെന്നല്ല തോന്നുന്നു, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഈ പണ്ട് ഈ സിനിമ ഡയലോഗിൽ ഈ സൂപ്പർ സ്റ്റാറുകൾ ഇങ്ങനെ പറയും, ഞാൻ എപ്പോഴും ഒരു പോലീസുകാർ പറയും ഒരു രാജിക്കത്ത് പോക്കറ്റിലാണ് നടക്കുന്നത്. അത് പോക്കറ്റ് ഇല്ലെങ്കിൽ മനസ്സിലെപ്പോഴും ഉണ്ട്. വി ഷുഡ് ബി റെഡി ടു. കാര്യം നമ്മുടെ അല്ലല്ലോ ഇതൊന്നും, നമ്മുടെ ഉടമസ്ഥയിലല്ല. തിരിച്ചു സംഭവിക്കില്ലേ നമ്മൾ ചെയ്ത ഒരു പിറ്റേ ദിവസം ഇറങ്ങുന്ന ഒരു പത്രം കാണുമ്പോഴേ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ തോന്നില്ല? അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹെഡിങ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരുത്തൽ നടത്തുമ്പോഴൊക്കെ ആയിരിക്കും ഭയങ്കര പ്രൗഡായിട്ട്. അങ്ങനത്തെ സന്ദർഭം ഭയങ്കര സാധനങ്ങളൊക്കെ അല്ല എനിക്കെപ്പോഴും ഞാൻ ചെയ്യുന്നതിന് കൂടുതൽ സന്തോഷം കൂടുതൽ ഇതൊന്നും തോന്നാറില്ല. പക്ഷെ പലരും പബ്ലിഷേഴ്സ് നില പറയാറുണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നാച്ചുറലി നമ്മൾ മനുഷ്യരല്ലേ, നമുക്കത് അങ്ങനെ കാര്യങ്ങൾ കേൾക്കാൻ സുഖമുള്ളതാണ്. ടെലിഗ്രാഫ് പോലെ ഭയങ്കര ശക്തമായിട്ട് അങ്ങനെയാണല്ലോ നമ്മുടെ ജേർണലിസത്തിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ഭരണകൂടത്തിൻ്റെ പ്രതിപക്ഷമായിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ തിയററ്റിക്കലി പറയുന്നത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കൃത്യമായ പ്രതിപക്ഷ പത്രം അല്ലെങ്കിൽ ഒരു മീഡിയ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഒരു പത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ പല പത്രങ്ങളും പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ എനിക്കും അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെഡ്ലൈൻസ്, മലയാള ഹെഡ്ലൈൻസ് വളരെ ഞാൻ കരുതുന്ന ഐ റേറ്റ് ക്വൈറ്റ് ഹൈലി.
ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ഇപ്പോൾ ഓർമ്മയില്ല, എന്നാലും ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് റോങ് വിത്ത് മലയാളം ജേർണലിസം. പക്ഷേ ഈ എസ്പെഷ്യലി സ്റ്റേറ്റിനെ കവർ ചെയ്യുന്ന ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്. നാഷണൽ ഇത് വരുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ബഡ്ജറ്റ് പോലെ ഇത് ഞാൻ ഈ വീണ്ടും വീണ്ടും പറയാൻ കാര്യം, ബജറ്റ് പോലൊരു സംഭവം അവിടെയാണ് ശരിക്കും ന്യൂസ് പേപ്പറിന് ദേ ഹാവ് ടു എക്സ്പ്ലെയിൻ. ന്യൂസ് പേപ്പറിന് ഒരു കടമയുണ്ട്. നമ്മൾ ചുമ്മാ ഗവൺമെൻറ് പറയുന്ന കാര്യം അതുപോലെ പറയണമെങ്കിൽ നമ്മുടെ PIBയുടെ ആവശ്യമല്ലേ ഉള്ളൂ. ബജറ്റ് പോലെ കാര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെന്നില്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. അപ്പോൾ നമുക്ക് അറിയില്ല, എനിക്കിപ്പോൾ ഒരു കാര്യം അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോകില്ല. അപ്പോൾ അറിയില്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഈ നാഷണൽ ഇതിൽ ചിലപ്പോൾ എനിക്ക് കാണുമ്പം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അത് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, ഇങ്ങനത്തെ ഇത്ര നല്ലൊരു പത്രം ഇത് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം, കൂടുതൽ നന്നായിരുന്നു എന്ന് തോന്നാറുണ്ട് തീർച്ചയായും. മലയാളം ജേർണലിസം എപ്പോഴെങ്കിലും മലയാളത്തിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ പണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുപോയത്. ഞാൻ പല മലയാള പത്രം ഇപ്പോൾ ഇനിയും ജോലി തരും. ഇത് ഞാനീ പറയുന്ന കേട്ട ആരെങ്കിലും ജോലി തരുമോ? എനിക്ക് ഉള്ളിടത്തൊരു ജോലി തന്നെ എനിക്കങ്ങനെ. ഈ ഓഡിയൻസ് ഇംഗ്ലീഷ് പത്രം മലയാളം തമ്മിലുള്ള ഒരു വ്യത്യാസമേ, ഇതിന് വൈഡ് ഓഡിയൻസ് ആയിരിക്കുമല്ലോ ഇംഗ്ലീഷ് പത്രങ്ങൾക്ക്, അങ്ങനെയുണ്ടോ? ഇല്ല, ലാംഗ്വേജ് പത്രങ്ങൾക്കാണ് കൂടുതൽ. അല്ല, റെസ്പോൺസ് വൈസാ ചോദിക്കുന്നത്. റെസ്പോൺസ് അതുകൊണ്ടുണ്ട് തീർച്ചയായിട്ടും. കാര്യം ഈ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്നവർ പലരും ഈ നമ്മുടെ ഇവിടുത്തെ CPMൻ്റെ ഭാഷ പൗരപ്രമുഖരാണ്. അപ്പോൾ ഈ പൗരപ്രമുഖർക്കൊരു തോന്നലുണ്ട്, അത് നല്ലതാണ്. ഇനി ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ദ റിയാക്ടിങ്. നമ്മളെ ആരെങ്കിലും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ചീത്ത വിളിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അഭിപ്രായമുള്ളവരുണ്ട്. അത് ഒരു വിധത്തിൽ നല്ലതാണ്. രണ്ടാമത് നമ്മളെല്ലാം സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെയാണെന്ന്. കാര്യം അവരുടെ മനസ്സൊരിക്കലും മാറൂല. കാര്യം ഒന്നാമത് ഇത് ലുക്ക് അറ്റ് വിത്ത് കണ്ടംപ്റ്റ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ മാധ്യമത്തിലൊരു ചന്ദ്രികയുടെ എഡിറ്ററാണ് അദ്ദേഹം. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ഓക്കെ രാജഗോപാൽ ഇങ്ങനെ ഭയങ്കര ഹെഡ്ലൈൻ ചെയ്യുന്നു, വിനോദ് ജോസ് ഇത് എക്സ്ക്ലൂസീവ് ആരും ചെയ്യാത്ത കവർ സ്റ്റോറീസ് ചെയ്യുന്നു, വേണു വേറെ ബ്രേക്ക് ചെയ്യുന്നു, എന്നാലും BJP തന്നെയല്ലേ വീണ്ടും വീണ്ടും ജയിച്ചുകൊണ്ട്, പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ദാറ്റ് ഇസ് ഓൾസോ ദെയർ. സോ അങ്ങനെ നിരാശ തോന്നാറ്? എനിക്കങ്ങനെ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പാർട്ടി ഇപ്പോൾ എനിക്ക് ഇപ്പോൾ സോണിയാഗാന്ധി എനിക്ക് അറിഞ്ഞുകൂടാ, അവരെന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു യു ഷുഡ് നോട്ട് ഫീൽ ഡിസപ്പോയിൻറ്റഡ് ബിക്കോസ് കോൺഗ്രസ് വാസ് നെവർ ഫോം ടു വിൻ ഇലക്ഷൻ, CPM വാസ് നെവർ ഫോം ടു വിൻ ഇലക്ഷൻ. അപ്പോൾ ഇലക്ഷൻ മാത്രം അല്ല ജയിക്കുക എന്നുള്ള മാത്രമൊന്നല്ല, അതൊരിക്കലും അതൊരു ഫാക്ടർ ആവാനേ പാടില്ല. നമ്മൾ ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ വിൽ ബിക്കം എ പോപ്പുലിസ്റ്റ് പാർട്ടി. നമ്മളൊരിക്കലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യില്ല. ഒരു NGO പോലെ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പല പാർട്ടികൾ വേണമെന്നാണ് എൻ്റെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ പബ്ലിക് സർവീസ് എന്ന് പറയരുത്. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഇന്ത്യൻ ഇലക്ഷൻ കോൺഗ്രസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇലക്ഷൻ പാർട്ടി ഓഫ് ഇന്ത്യ, അങ്ങനെയല്ല ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇലക്ഷൻ കാര്യം 39% വരുന്ന ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കമ്മ്യൂണലായിട്ട് വോട്ട് ചെയ്യുമ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫീറ്റ് ദം ഇലക്ട്രലി. സോ വേണ്ട, അവർ വിജയിച്ചോട്ടെ. യു റെസിസ്റ്റ് ദം ആൻഡ് എവറി ഡേ ദർ ആർ സെവറൽ ഇഷ്യൂസ്. ഓരോരോ നമ്മളിപ്പോൾ ഞാൻ സിദ്ദിഖ് കാപ്പൻ്റെ കാര്യം, അല്ലെങ്കിൽ ഒമർ ഖാലിദിൻ്റെ കാര്യം, ഇത്രയും നല്ല ചെറുപ്പക്കാരെ ജയിലിലിട്ടിട്ട് അതിനെക്കുറിച്ച് ഒരു പാർട്ടിയും വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. എവറി ഡേ സംബഡി ഷുഡ് മൂവ് ദ സുപ്രീം കോർട്ട് അഗൈൻസ്റ്റ് ദീസ് തിങ്സ്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാനൊരിക്കലും ഡിസപ്പോയിൻറ്റഡ് അല്ല. കാര്യം 30 വർഷം ലെഫ്റ്റ് ഞങ്ങൾ എതിർത്തിട്ടും ഓരോ ഇലക്ഷനിലും കൂടുതൽ സീറ്റോടുകൂടിയാണ് തിരിച്ചു വന്നത്. പക്ഷേ അവർ പോകുന്ന സമയത്ത് വി കുഡ് നോട്ട് ഫോർസീ ഇറ്റ്. മലയാളത്തിലുള്ള വായനയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ഞാൻ മലയാളം പത്രങ്ങളെല്ലാം വായിക്കും. പത്രങ്ങളല്ലാതെ ഞാൻ പണ്ട് വായിച്ച്, ഇപ്പോഴൊന്നും അടുത്ത കാലത്ത് ഞാൻ KR മീര പതിവായിട്ട് വായിക്കാറുണ്ട്. പിന്നെ ഞാൻ OV വിജയൻ്റെ വലിയൊരു അന്നത്തെ കാലത്ത് എല്ലാ ചെറുപ്പക്കാരെ പോലെ, അല്ലാതെ പിന്നെ വലുതായിട്ട് വായിക്കാൻ സമയം കിട്ടാറില്ല. ബംഗാളി വായിക്കാൻ അറിയോ? ഇല്ല, എനിക്കറിയില്ല. അറിയില്ല. സംസാരിക്കുമോ? ഞാൻ ബംഗാളിയെ ബഹുമാനിക്കുന്നതുകൊണ്ട് സംസാരിക്കാറില്ല. എനിക്ക് മനസ്സിലായി അതെ, അറിയാവുന്ന ഭാഷയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അല്ല, പണ്ടൊക്കെ ഈ നോവൽസ് ഒക്കെ ഒത്തിരി ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നൊരു, ഇപ്പൊ പക്ഷെ അങ്ങനെ ഒരു ആ രീതിയിലുള്ളൊരു സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലിന്റെ ഞാൻ പറഞ്ഞ വീണ്ടും ചോദിച്ചില്ല എഡിറ്റേഴ്സിന്റെ, അതൊരു എഡിറ്റേഴ്സ് മാഗസിൻ എഡിറ്റേഴ്സ്. അന്ന് കാമ്പിശ്ശേരിയാണ് ഈ പൈനിയർ ദിസ് ഇങ്ങനൊരു ഇത്. അപ്പോൾ അതുപോലത്തെ എഡിറ്റേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ
അതുപോലെ എനിക്കറിയില്ല ബംഗാളി നോവലിൻ്റെ ഇപ്പോഴത്തെ ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല, എനിക്ക് തീർച്ചയില്ല. മലയാളത്തിൽ ഓൺലൈൻ മീഡിയ ശ്രദ്ധിക്കലുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഓൺലൈൻ മീഡിയയിൽ നോക്കാറുണ്ട്. അത് എന്താണ് എൻ്റെ ഒരു ഓൺലൈൻ സുഹൃത്ത് ആളിൽ ഞെട്ടും, പലരും ഞാൻ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ എല്ലാ ചാനലും കാണാറുണ്ട്. കാര്യം ഈ ഒരു ചൈനീസ് ചൊല്ലുണ്ട്, കീപ് യുവർ എനിമീസ് ക്ലോസർ എന്നുള്ളത്. അപ്പോൾ അത് കാണാതെ, കാര്യം എൻ്റെ മുറിയിൽ തന്നെ ന്യൂസ് റൂമിൽ ഞാൻ കാണുന്ന റിപ്പബ്ലിക് TV ആണ്. അത് പലരും അത്ഭുതപ്പെട്ടു. അവരെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് അവരുടെ റിപ്പബ്ലിക്കിൻ്റെ പരസ്യത്തിനിടുന്നത് അത് ഇതുകൊണ്ട് മാത്രമാണ്. കാര്യം ഞാൻ എപ്പോഴും നോക്കുന്നത് ഇവരെന്താണ് ബദലായിട്ട് പറയുന്നത്. പക്ഷേ ഇതുവരെ പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തുറന്ന മനസ്സോടെ കാണുന്നത്, അവർക്കിപ്പോൾ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതുവരെ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർഗ്യുമെൻറ്റും ആ സൈഡ് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള. ഓക്കെ. ഈ കോവിഡ് കാലത്തെ ഒത്തിരി മാധ്യമപ്രവർത്തകർക്ക് ജോലി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങളുടെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? ഇതിൻ്റെ ഇതും ജോലി ചെയ്യുന്ന സ്റ്റൈലെല്ലാം മാറിയിട്ടുണ്ടല്ലോ. എല്ലാം മാറി. ഞങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് പല കറസ്പോണ്ടൻസിന് നഷ്ടപ്പെട്ടു. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വന്നു. വലിയൊരു പ്രശ്നമാണത്. ഞാൻ ഇപ്പോൾ ഫീൽഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ബംഗാളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉത്തർപ്രദേശ് ഇപ്പോൾ ഇലക്ഷൻ ഞങ്ങൾക്ക് വേണ്ട പോലെ കവർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ കവർ ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ള തോന്നലുമുണ്ട്. കാര്യം ഇങ്ങനെയാണ് ഇലക്ഷൻ്റെ ഔട്ട്കമെങ്കിൽ. കാര്യം അവിടെ നിന്ന് പലപ്പോഴും നമുക്ക് കിട്ടിയ ഫീൽഡ് റിപ്പോർട്ട്സ് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരുന്നില്ല. കാര്യം യോഗി ജയിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത്ര ഭീകരമായ രീതിയിൽ ജയിക്കുന്ന ഉള്ള ഒരു ഇപ്പോൾ ഒരു 10 വർഷം മുൻപേ പത്രങ്ങളായാലും നമ്മൾ എല്ലാവരും ആൾക്കാരൊക്കെ ആയാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അങ്ങനെ സംഭവിക്കില്ലായിരിക്കും, ഒരു ഹിന്ദുത്വ ഗവൺമെൻറ് ഇന്ത്യയിൽ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ആദ്യത്തെ ടേം കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് എവിടെയൊക്കെയോ ശ്രമിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരരുത് എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് അതൊരു സ്വാഭാവികതയായിട്ട് മാറി. ഇന്ത്യയുടെ മൊത്തം ഒരു പോളിറ്റി അല്ലെങ്കിൽ ഒരു സൈക്ക് ആ രീതിയിലേക്ക് പരുവപ്പെട്ടോ? അതെ, അങ്ങനെ ഇത് തന്നെയാണ് ജർമ്മനിയിൽ സംഭവിച്ചത്. ആദ്യം വന്നപ്പോൾ ആളുടെ ഞെട്ടലുണ്ടായി, പിന്നെ അതൊരു നോർമലൈസേഷൻ പ്രോസസ്സായി മാറി. ഇതാണ് ഏറ്റവും ഭയകരമായ അവസ്ഥ. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. അത് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരുടെ കോൺവെർസേഷൻ ആലോചിച്ചു. ഒരു 10 വർഷം മുമ്പ് നമ്മൾ പറയാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നിയപ്പോൾ നമ്മൾ രഹസ്യമായിട്ട് വയ്ക്കും, നമ്മുടെ ഭാര്യയോട് പോലും പറയാൻ മടിയുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്യമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും ജാതിയും മതവും ഇതെല്ലാം പറഞ്ഞു. ഇങ്ങനെയൊരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ. അതുപോലെ വേറൊരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ചെയ്തൊരു ഒരാൾ പുതിയ ജേർണലിസ്റ്റായിട്ട് എടുക്കുക, അയാൾ നമ്മൾ UP-ൽ അസൈൻമെൻ്റ് അയക്കുകയാണ്. എത്ര രക്ഷകർത്താക്കൾ സമ്മതിക്കും? ഞാൻ പറയുന്ന ഈ BJP-യെയും യോഗിയെയും സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സ്വന്തം മക്കളെ ഇവിടെ അയക്കും. ഇതൊക്കെയാണ്. അതുപോലെ ഇന്ത്യ ഇപ്പോൾ ന്യൂട്രൽ സ്റ്റാൻഡുമായിട്ട് ഞാനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. ഈ റഷ്യൻ പ്രശ്നത്തിൽ ഇന്ത്യ വോട്ട് ചെയ്ത ബാക്കി 35 രാജ്യങ്ങൾ കൂടെ നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്തില്ലേ? ഈ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ള ഒരു രക്ഷകർത്താവ് തങ്ങളുടെ മക്കളെ ടൂറിസത്തിന് പോലും ഒരു ദിവസത്തേക്ക് അയക്കും ഈ രാജ്യങ്ങളിൽ? ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. നമ്മളിതൊന്നും ആലോചിക്കാതെ. അപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ കൂടുതൽ ബ്ലോ അപ്പ് ചെയ്യാണ് കാര്യങ്ങൾ, ഇങ്ങനെ ഇന്ത്യയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് പ്രശ്നം. നിങ്ങൾ കാര്യം നാളെ നിങ്ങളുടെ മകളെയോ മകനെ UP-ലൊന്ന് അയച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചൊരു ഫീൽഡ് റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു, ജേർണലിസ്റ്റായിട്ടല്ല, ജസ്റ്റ് സ്കൂളിന് വേണ്ടിയാണെന്ന് പഠിക്കും, കോളേജിന് വേണ്ടിയാണെന്ന് ഒരു ഫീൽഡ് റിപ്പോർട്ട് തനിച്ച് പോകണമെന്ന് ധൈര്യം ഉണ്ടോ അയക്കാൻ? അതുപോലെ എൻ്റെ മകൾ കൽക്കട്ടയിലാണ്, ഇത്രയും സെക്യൂർ ആയിട്ടുള്ളൊരു പ്ലേസ് വേറെ ഇല്ല. ഒരു ദിവസം ഫ്രിഡ്ജിൽ നിന്ന് ഒരു കറി എടുത്ത് ലേറ്റായതുകൊണ്ട് പാക്ക് ചെയ്ത് ഓടിപ്പോയി. ഭാര്യ തിരിച്ചു വിളിച്ചിട്ട് ഷീ ഓപ്പൺ ദ ബോക്സ് ആൻഡ് ചെക്ക്ഡ് ഇറ്റ്. കാര്യം ഞങ്ങൾ വീട്ടിൽ ബീഫ് വയ്ക്കുന്നത്. അപ്പോൾ വൈഫ് ഓഫ് സ്കെയർഡ്, കുട്ടി അറിയാതെ എടുത്തുകൊണ്ട് പോയി. അവർ ജാദവ്പൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ റെവല്യൂഷണറി, JNU കാട്ടി റെവല്യൂഷൻ. അങ്ങനെ ഒരു കോളേജിനകത്ത് പോലും ആരെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് ഷെയർ ചെയ്യൂലേ? അപ്പോൾ ഈ വല്ല ഹിന്ദുത്വം എൻ്റെ കൈ കിട്ടിയ അവൻ മുഖത്തടിക്കുകയും ചെയ്താൽ ദോഷം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ഇതാണ് നോർമലൈസേഷൻ ആകുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇതിൽ മനസ്സിലായില്ല. കേരളത്തിൽ ഇപ്പം നമ്മൾ വോട്ട് ഷെയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJP-ൻ്റെ വോട്ട് ഷെയർ ഇപ്പോഴും അതിൻ്റെ ഒരു മാർക്കിലേക്കൊന്നും വന്നിട്ടില്ല, കടന്നിട്ടില്ല.
പക്ഷേ ഒരു ഹിന്ദുത്വ മനസ്സുള്ള മനുഷ്യരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ? അതെനിക്ക് തോന്നുന്നു ഈ BJP ഇവിടെ വോട്ട് ചെയ്താൽ ജയിക്കൂല എന്നൊരു ബോധ്യം കൊണ്ടും ആളുകൾക്ക് എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു ഈ ജയിക്കാനുള്ള ഒരു വാഞ്ച എന്നുള്ള ഒരു തേഴ്സ്റ്റ് അത് തന്നെ ഒരു തെറ്റായ ഫീലിംഗ് ആണെന്നാണ് എനിക്ക് സൊസൈറ്റിക്ക് അങ്ങനെ പാടില്ല. അപ്പം ഞങ്ങളുടെ വോട്ട് വേസ്റ്റ് ആക്കുന്നുള്ളതുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലാ രീതിയിലും അവർ BJP തന്നെയാണ്. അവരുടെ ദൈനംദിന ഇടപെടലുകളിലും ആളുകൾ തെറിവിടുന്നതിലും ഒരു സൊസൈറ്റി എന്ന രീതിയിൽ അവർ ഇടപെടുന്നതും എല്ലാം അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് തന്നെ. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ.